ഇപ്പോഴത്തെ താൽക്കാലികമായിട്ട് ജാമ്യം കൊടുക്കുമ്പോൾ കൊടുത്തിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. ഇനി ചെയ്യേണ്ടത് ഹൈക്കോടതിയിൽ ഈ കേസ് തന്നെ ക്വാഷ് ചെയ്ത് കളയാൻ. ഇങ്ങനെ ഒരു കേസ് നിലനിൽക്കുന്നതല്ല, ഇതിനകത്ത് മനുഷ്യക്കടത്തോ അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള കൺവേർഷനോ ഒന്നുമില്ല. അതുകൊണ്ട് ഈ കേസ് തന്നെ അസാധുവാണ് എന്ന രീതിയിൽ ഒരു ഹർജി കൊടുത്ത് ഈ കേസ് ക്വാഷ് ചെയ്ത് മേടിച്ചു കഴിഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാകുന്നുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ബെയിലിൽ ജാമ്യം കൊടുത്ത വേളയിൽ ആ കോടതി പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കാൻ ഇവർ ബാധ്യസ്ഥരാണ്. അതിനകത്ത് കണ്ടീഷൻസ് എന്തെങ്കിലും വേവ് ചെയ്ത് അതിനകത്ത് എന്തെങ്കിലും ഇളവ് വേണമെങ്കിൽ പോലും വീണ്ടും ആ കോടതിയെ സമീപിച്ച് ഞങ്ങൾക്ക് കേരളത്തിലേക്ക് പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ കേസിന്റെ ആവശ്യത്തിന് വന്നുകൊള്ളാം എന്നൊക്കെയുള്ള അണ്ടർടേക്കിംഗ് കൊടുത്തിട്ട് വേണം അതിനകത്ത് ജാമ്യ വ്യവസ്ഥയിൽ ഇളവുകൾ മേടിക്കാൻ. കേസിനകത്ത് പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ ഒന്നും യാഥാർത്ഥ്യമല്ലെന്നും ഇതില് യാതൊരു തരത്തിലുള്ള ഒഫൻസ് കുറ്റകൃത്യങ്ങളും നടന്നിട്ടില്ലെന്നും കാണിച്ച് ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്ത് ക്വാഷ് ചെയ്ത് മേടിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു വഴി. അപ്പോൾ ഇവരുടെ മദർ ഹൗസ് തീർച്ചയായിട്ടും അത് കേരളത്തിലാണ്. അപ്പോൾ മദർ ഹൗസിലേക്ക് പോലും ഇവർക്ക് പോകാൻ കഴിയില്ല എന്നാണോ? കണ്ടീഷനകത്ത് അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ, ജാമ്യ വ്യവസ്ഥയിൽ അങ്ങനെ നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് വീണ്ടും ആ കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്ത് നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം, ഇത്ര ദിവസത്തിനകത്തേക്ക് വന്നുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അപേക്ഷ കൊടുത്ത് ആ വ്യവസ്ഥയിൽ ഇളവ് മേടിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ വ്യവസ്ഥ അങ്ങനെ നിൽക്കുന്നിടത്തോളം അത് പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഓക്കെ, അപ്പോൾ ഈ സഭാ നേതൃത്വം പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ കേസ് റദ്ദാക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ പ്രധാനമായും പറയുന്നത്. അപ്പോൾ അതിനെ ഏത് തരത്തിലായിരിക്കും അതിന്റെ ഒരു നിയമവശം? അത് റദ്ദാക്കാൻ കഴിയുന്നതാണോ കേസ് അതുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും ഈ കേസ് നമ്മൾ ഇന്ത്യ മുഴുവൻ കണ്ടതാണ്. പാർലമെന്റിനകത്ത് നമ്മുടെ എംപിമാര് പ്രതിഷേധിച്ചു. ഇങ്ങനെയുള്ള നിയമങ്ങൾ മനുഷ്യന്റെ ഭരണഘടനയിൽ തന്നിരിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും അത് വിശ്വസിക്കാനും